നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ബൊഗെയിൻവില്ല ഉണ്ടെങ്കിൽ ഇതുവരെ റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാണ്. ഇങ്ങനെ ഇരുന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കി ഇതൊന്ന് റീപ്പോർട്ട് ചെയ്തെടുക്കാം. രണ്ട് ബൊഗെയിൻവില്ല നടാനുള്ള പോട്ടി മിക്സാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. രണ്ട് വലിയ പോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മണ്ണ് എടുക്കുക. അപ്പോൾ ഞാൻ ഒരു റൗണ്ടിലൊരു പാത്രത്തിൻ്റെ അളവിന് ഞാനൊരു 6 പാത്രം ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പാത്രത്തിന് അളവിൽ മണൽ, 2 പിടി വേപ്പിൻ പിണ്ണാക്ക്, 2 പിടി എല്ലുപൊടി, പിന്നെ നമ്മുടെ ചാണകപ്പൊടി. അപ്പോൾ ചാണകപ്പൊടി ഓവറായിട്ട് വേണ്ട. ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. കൊക്കോ പീറ്റ് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇപ്പോൾ തന്നെ ഒരു പാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനപ്പോൾ കൊക്കോ പീറ്റ് ചേർത്തിട്ടില്ല. അതിന് പകരം ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ചകിരി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിത് വയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി പോട്ടിലെ ചെടി എടുക്കുക. ഇതിപ്പം നന്നായിട്ട് ഉറച്ച് ഇരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു കമ്പിയോ കമ്പോ വെച്ചിട്ട് സൈഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു മണ്ണിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകളൊന്നും നന്നായിട്ട് ഓടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് തന്നെ ഇത് ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് റീപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നല്ല പശപ്പുള്ള ഒരു മണ്ണാണല്ലോ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ ഒരു മണ്ണിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ റീപ്പോർട്ട് ചെയ്യണം. അതിൽ തന്നെ വെച്ചേക്കാൻ പാടില്ല. ഇതിപ്പോൾ കുറച്ച് ആയി ഇതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴാണിത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്താലും മതിയാവും. അപ്പോൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്യാത്ത ചെടികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് വേര് പൊട്ടാണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക. കണ്ടോ, ഇതിങ്ങനെ തറഞ്ഞ് ഉറപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചേറെ മണ്ണുണ്ട്. ആ മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കണം. ഇതിപ്പം ഓവറായിട്ട് ഇങ്ങനെ നീളം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ബുഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത ഈ സ്റ്റെമ്മൊക്കെ നമുക്ക് വേറെ വെച്ച് പിടിപ്പിക്കാം. എല്ലാ കൊമ്പുകളും ഇതേപോലെ കട്ട് ചെയ്യുക. ഇനി കുറച്ച് മണ്ണും കൂടെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാറ്റി വയ്ക്കാം. നമുക്കിനി പോട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഹോളൊക്കെ ഒന്ന് അടയ്ക്കാനായിട്ട് കുറച്ച് കല്ല് ഒരു നിര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കല്ലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിലുണ്ടാക്കിയ ചകിരി ചോറാണ്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അത് ഒരാഴ്ച വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കുറച്ചളവിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കൊക്കോ പീറ്റ് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ടങ്ങ് മിക്സാക്കി എടുത്താലും മതി. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇത് ചെടി ഇറക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ സൈഡിലോട്ട് മണ്ണിട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 1/4 ഭാഗമാണ് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കേണ്ടത്. ഇത് ഞാൻ കമ്പ് വെച്ച് കിളിർപ്പിച്ച് എടുത്ത ഒരു ബൊഗെയിൻവില്ലാണ്. അതും ഇതേപോലെ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ഭാഗത്തോളം മണ്ണ് നിറച്ച് 2 ചെടികളും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് സാഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഇതിൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേര് ചീച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഒരാഴ്ച കൂടി വന്നാൽ ഒരു 5 ദിവസമെങ്കിലും നമ്മളിത് തണലത്ത് വെക്കണം. പെട്ടെന്ന് തന്നെ വെയിലത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കരുത്. നന്നായിട്ട് കിളിർപ്പൊക്കെ വന്നതിന് ശേഷം മാത്രം വെയിലത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടികളും അതേപോലെ നമ്മൾ വെച്ച് പിടിപ്പിച്ചതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ടോളൂ. ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് പൂവുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.